ഹലോ, ദിസ് ഇസ് ശരണ്യ. ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഒരു 10 സിമ്പിൾ ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഇപ്പോൾ പഠിക്കേണ്ട തിരക്കിലായിരിക്കും. ഓരോ ടോപ്പിക്സും മാത്സ് വർക്കൗട്ട് ചെയ്തിട്ടും ഒക്കെ ഒരുപാട് ബിസി ആയിരിക്കും അല്ലേ. എങ്കിലും നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു റിലാക്സേഷൻ പോലെ നമുക്ക് മലയാളം പഠിക്കാം. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടല്ലേ നമുക്ക് പഠിച്ചു കൊണ്ടു. ഇതിൽ വൈഡ് ടോപ്പിക്സ് ഒന്നുമില്ല. നമുക്ക് തന്നെ അറിയാം ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, പിന്നെ എങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ളത്. നമുക്ക് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തുകൊണ്ടിരുന്നാൽ തന്നെ എളുപ്പം മനസ്സിലാവാൻ സാധിക്കും അല്ലേ. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു നാമത്തിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ആ നാമം, ആ ഓപ്ഷൻസ് അതുമായി ബന്ധപ്പെട്ടിട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ളതും പഠിക്കാം. അല്ലാണ്ട് വൈഡായിട്ട് അതിൻ്റെ സബും കാര്യങ്ങളും അതൊന്നും ഇപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്കത് ആ സബ് വരുന്ന ടൈമിൽ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എന്തുകൊണ്ടാണ് ഈ സ്ലൈഡിൽ അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ് ആക്കണ്ട എല്ലാവരെയും എന്ന് വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഈസി ആയിട്ട് മനസ്സിലാക്കും. പിന്നെ നമുക്ക് എക്സാമിന് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, അതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ അധികം സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഈ സ്ലൈഡ് അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും ഓരോ ടോപ്പിക്സും 2 വട്ടമെങ്കിലും കേൾക്കണം കേട്ടോ. ക്വസ്റ്റ്യനും ആൻസേഴ്സും 2 വട്ടം വീതം എല്ലാവരും കേൾക്കുക. ഇപ്പോൾ പണി ചെയ്യുന്ന വീട്ടമ്മമാരും ഇക്കൂട്ടത്തിലുണ്ടാവും, പഠിക്കുന്ന വീട്ടമ്മമാരും ഉണ്ടാവുമല്ലോ. അവർ പണി ചെയ്യുകയാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ഓണാക്കി വെക്കുക. അപ്പം എന്തായാലും ഇങ്ങനെ പറഞ്ഞു കേട്ട് പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ എന്തും നമ്മൾ കേട്ട് പഠിക്കുന്നത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുമല്ലോ. അതുപോലെ ഇതും ആ ട്രിക്ക് ഇവിടെ ഒന്ന് പ്രയോഗിച്ചു നോക്കുക. ഇപ്പൊ കുറേ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് എക്സാം ഹാളിൽ പോയിട്ട് ആ സെയിം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ മോഡൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴും തീർച്ചയായിട്ടും അതിന്റെ ആൻസർ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം അല്ലേ. ഓക്കെ, എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? മേയനാമത്തിന് ഉദാഹരണം എന്താണ്? ഇതില് 4 ഓപ്ഷൻസ് ഉണ്ട്. മണ്ണെണ്ണ, വെള്ളം, നെയ്യ്, വെണ്ണ. അപ്പൊ ഇതിൽ ഏതാ ആൻസർ എന്ന് അറിയണം. അത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നതിന് മുൻപ് എന്താണ് ഈ മേയനാമം എന്നത് അറിയണം അല്ലേ. പൊതുവെ ഈ നാമം എന്ന് പറയുന്നത് 3 വിധമാണ്. ഏതൊക്കെയാണ്? ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ഈ ദ്രവ്യനാമത്തെ വീണ്ടും 5ആയി തിരിച്ചിട്ടുണ്ട്. ആ 5ആയി തിരിച്ചതില് ഒന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഏതാണത്? മേയനാമം. ഓക്കെ, എന്താണ് ഒന്നുകൂടെ പറയാൻ ഞാൻ. നാമം 3 വിധത്തിലുണ്ട്. ദ്രവ്യനാമം, ഗുണനാമം, ക്രിയാനാമം. ഈ ദ്രവ്യനാമത്തെ വീണ്ടും 5ആയി തിരിച്ചിട്ടുണ്ട്. ആ 5ആയി തിരിച്ചതിൽ ഒന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മേയനാമം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യാം. ഒന്നുമില്ല, വളരെ ഈസിയാണ്. എന്താണ് മേയനാമം എന്നുള്ളത് പറഞ്ഞുതരാം. ജാതി വ്യക്തിഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന നാമത്തെയാണ് മേയനാമം എന്നതുകൊണ്ട് പറയുന്നത്. എന്താണ്? ജാതി വ്യക്തിഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന നാമമാണ് ഈ മേയനാമം. അതായത് ഈ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മേയനാമത്തിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. എന്താണ്? പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം ഈ മേയനാമത്തിൽ ഉൾപ്പെട്ടതാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ തണൽ, ആകാശം, ഇരുട്ട്, പാറ, വൈദ്യുതി, മിന്നൽ, മേഘം, തുണി, തിരമാല, കാറ്റ്, അഗ്നി, ഇരുട്ട്, ഇങ്ങനെയുള്ള എല്ലാതും നമ്മുടെ മേയനാമത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇതിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം ഇതിൽ ഏതാണ് ആൻസർ. ഇതിലെ ആൻസർ വന്നിട്ട് മേയനാമത്തിന് ഉദാഹരണം ഏതാണ്? വെള്ളം. ബി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ മേയനാമം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കാര്യം ആലോചിച്ചാൽ മതി, നമ്മുടെ പ്രകൃതി പ്രതിഭാസങ്ങളൊക്കെ മേയനാമമാണ്. പിന്നെ ജാതി വ്യക്തിഭേദം കൽപ്പിക്കുവാൻ കഴിയാത്ത വസ്തുക്കളെ കുറിക്കുവാൻ ഉപയോഗിക്കുന്നതാണ് ഈ മേയനാമം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ഇതിനൊരു
ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആൻസർ ചെയ്യണം, വിട്ടുകളയരുത്. ഈ ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാം ഞാൻ പറഞ്ഞത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. പ്രിയജനവിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം എത്ര എണ്ണം? 4 ഓപ്ഷൻസ് ഉണ്ട്. പ്രിയജനത്തിന്റെ വിരഹമാണോ? അല്ല. പ്രിയരായ ജനങ്ങളുടെ വിരഹമാണോ? അല്ല. പ്രിയജനത്താലുള്ള വിരഹമാണോ? അല്ല. അപ്പൊ ഏതാണ് ആൻസർ നമ്മുടെ? പ്രിയജനങ്ങളുടെ വിരഹം. എന്താണ് പ്രിയജന വിരഹം എന്ന സമസ്ത പദത്തിന്റെ വിഗ്രഹാർത്ഥം? എന്താണ്? പ്രിയജനങ്ങളുടെ വിരഹം. മനസ്സിലായല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശരിയായ പദപ്രയോഗം കണ്ടെത്തുക. ഇത് നമ്മൾ എന്തായാലും ഏകദേശം എല്ലാവർക്കും മലയാളം അറിയുന്ന ആൾക്കാരായിരിക്കുമല്ലോ. നമ്മൾ ചെറുപ്പം തൊട്ട് മലയാളം പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ തീർച്ചയായിട്ടും എഴുതാനും അറിയും അല്ലേ? അപ്പൊ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേർഡ്സ് എല്ലാം നോക്കി തന്നെ പഠിക്കണം. ഒത്തിരി വേർഡ്സ് ഉണ്ടാവും. നമ്മളെ ബുക്സുകളിലും റാങ്ക് ഫയലുകളിലും എല്ലാം തന്നിട്ടുണ്ടാവും. അതെല്ലാം ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക തന്നെ വേണം കേട്ടോ. അപ്പൊ ഇതിൽ പശ്ചാത്താപം ഏതാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, 4 ഓപ്ഷൻ ഉണ്ടല്ലേ, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫസ്റ്റ് തന്നെയാണ്. അത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ്. ഇതൊന്നും വിട്ട് കളയരുത് കേട്ടോ. തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അമ്മയുടെ പര്യായ പദമല്ലാത്തത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് എല്ലാവർക്കും പിതാവ്, മാതാവ് അങ്ങനെയുള്ള എല്ലാത്തിന്റെയും പര്യായ പദങ്ങൾ ഏകദേശം നമുക്ക് അറിയും. അപ്പൊ ഇതിൽ പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ്? അമ്മയുടെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ മാത്രമല്ല, ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ഇതിൽ ഇല്ലാത്തവ, അതല്ലാത്തവ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ മുഴുവൻ വായിക്കില്ല. ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ആ ഈസി ആണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ കണ്ടു, പെട്ടെന്ന് ആൻസർ ചെയ്യും തെറ്റായിട്ടുള്ള ഉത്തരം. പിന്നെ എക്സാം ഹാളിൽ നിന്ന് പുറത്തു വന്ന് നമ്മളത് ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ആൻസർ കീ വരുന്ന ടൈമിലായിരിക്കും നമ്മൾ ചിന്തിക്കുക, ഈശ്വര ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചല്ലോ എന്ന്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്തരുത്. സമാധാനത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക കേട്ടോ. അറിയില്ല, അതായത് പെട്ടെന്ന് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 2 വട്ടം വായിക്കുക. അതുകൊണ്ട് നമുക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ. 2 വട്ടം വായിച്ചിട്ട് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അമ്മയുടെ പര്യായ പദമല്ലാത്തത് ജനയിത്രി, ജനനി, ജനയിതാവ്, ജനിത്രി. അപ്പൊ ഇതിലെ ആൻസർ നമുക്കറിയാം, ജനയിതാവ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് എന്തിന്റെ പര്യായ പദമാണ്? അപ്പോ പിതാവ് എന്നുള്ളതിന്റെ പര്യായ പദമാണ് ഈ ജനയിതാവ്. ജനയിത്രി, ജനനി, ജനിത്രി ഇതെല്ലാം അമ്മയുടെ പര്യായ പദമാണ് കേട്ടോ. അപ്പൊ പിതാവിന്റെ പര്യായ പദങ്ങൾ എന്തൊക്കെയാണ്? ജനകൻ, ജനയിതാവ്, ജനിതാവ്, താതൻ, അങ്ങനെ കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ഫ്രീക്വന്റ് ആയിട്ട് വായിച്ച് വിട്ടാലാണ് നമുക്ക് ഇതിൽ ഏതാണ് അല്ലാത്തത്, ഏതെല്ലാമാണ് അതിന്റെ പര്യായ പദം എന്നുള്ളത് അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ അറ്റ്ലീസ്റ്റ് എപ്പോഴും ഞാൻ വായിക്കാൻ പറയണില്ല, ഒരാഴ്ചയിൽ 1 വട്ടമെങ്കിലും നമ്മൾ മലയാളത്തിന് ഇങ്ങനെയുള്ള വേർഡ്സും പര്യായ പദങ്ങളും അർത്ഥവും ഒക്കെ വായിക്കാൻ ശ്രദ്ധിക്കണം. ഒരു 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെങ്കിലും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാലോ. ഇപ്പൊ എന്തെങ്കിലും നമ്മളിപ്പോ ഭക്ഷണം കഴിച്ചിട്ടൊന്നും ഇരിക്കുന്ന ടൈമിലോ അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻസ് അങ്ങനെ ദിവസം ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ നമുക്ക് കുറെ വെക്കാബുലറി ആവും അല്ലേ? അങ്ങനെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. MT വാസുദേവൻ നായരുടെ 2-ാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം? ഓപ്ഷൻ എ ഭീമൻ, സഹദേവൻ, അർജുനൻ, നകുലൻ. ഇതില് ഏതാണ് 2-ാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം? ഓപ്ഷൻ എ ഭീമനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം അല്ലെ? MTയുടെ വേറെ കൃതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നാലുകെട്ട്, നോട്ട് ചെയ്യേണ്ടവർക്ക് നോട്ട് ചെയ്യാട്ടോ. MTയുടെ മറ്റു കൃതികളാണ് നാലുകെട്ട്, പെരുന്തച്ചൻ, കാലം, അസുരവിത്ത്, നിന്റെ ഓർമ്മയ്ക്ക്. ഇതെല്ലാം MTയുടെ മറ്റു കൃതികളാണ്. ഓക്കെ, അപ്പൊ എന്താണ് 2-ാം മൂഴം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം ഏതാണ്? അപ്പൊ 2-ാം മൂഴം MT വാസുദേവൻ നായരുടെ ആണെന്ന് ഒരു ക്വസ്റ്റ്യനും ആൻസറും കിട്ടി. പിന്നെ അടുത്തത്, ആ 2-ാം മൂഴത്തിലെ കേന്ദ്ര കഥാപാത്രം ഏതാണ്? ഭീമൻ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, MT വാസുദേവൻ നായരുടെ മറ്റു പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? നാലുകെട്ട്, പെരുന്തച്ചൻ, കാലം, അസുരവിത്ത്, നിന്റെ ഓർമ്മയ്ക്ക്.
ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കേരള പാണിനി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, AR രാജരാജവർമ്മ, രാജാ രവിവർമ്മ, വെൺമണി മഹൻ നമ്പൂതിരി. അപ്പൊ കേരള പാണിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഓപ്ഷൻ ബി. ആരാണ്? ഓപ്ഷൻ ബി, AR രാജരാജവർമ്മ. അപ്പൊ കേരള പാണിനി AR രാജരാജവർമ്മ. മറക്കരുത്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ തൂലികാ നാമം എന്താണ്? കേരള കാളിദാസൻ. എന്താണ്? കേരള കാളിദാസൻ. ഓക്കെ. പിന്നെ രാജാ രവിവർമ്മയ്ക്കും മറ്റു പേരുകളുണ്ട്. അദ്ദേഹം അറിയപ്പെടുന്ന പേരുകളാണ് കിളിമാനൂരിലെ കോയിൻ തമ്പുരാൻ, പിന്നെ രവിവർമ്മ കോയിൽ തമ്പുരാൻ, അങ്ങനെയൊക്കെ രാജാ രവിവർമ്മ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതുപോലെ വെൺമണി മഹൻ നമ്പൂതിരി അറിയപ്പെടുന്നത് കദംബൻ കദംബൻ എന്നാണ്. എന്താണ്? കദംബൻ കദംബൻ എന്നാണ് വെൺമണി മഹൻ നമ്പൂതിരി അറിയപ്പെടുന്നത്. കേരള പാണിനി ആരാണ്? AR രാജരാജവർമ്മ. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അറിയപ്പെടുന്നത് കേരള കാളിദാസൻ. രാജാ രവിവർമ്മ അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കിളിമാനൂരിലെ കോയിൽ തമ്പുരാൻ, രവിവർമ്മ കോയിൽ തമ്പുരാൻ. വെൺമണി മഹൻ നമ്പൂതിരി അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് കദംബൻ കദംബൻ. ഇതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മറക്കില്ല. ഇടയ്ക്കൊന്ന് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2015 വയലാർ അവാർഡ് നേടിയ കൃതി ഏതാണ്? ഓക്കെ, 2015 വയലാർ അവാർഡ് നേടിയ കൃതി അതിൽ ചോദിക്കുന്നത് ആടുജീവിതം, മനുഷ്യനൊരാമുഖം, ആയുസ്സിന്റെ പുസ്തകം, കപ്പലിനെ കുറിച്ചൊരു വിചിത്ര പുസ്തകം. 4 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇതിൽ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, മനുഷ്യന് ഒരാമുഖം. എന്താണ്? ഓപ്ഷൻ ബി, മനുഷ്യന് ഒരാമുഖം. 2015 വയലാർ അവാർഡ് നേടിയ കൃതിയാണത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 2016 വയലാർ അവാർഡ് നേടിയ കൃതിയും എഴുതിയ വ്യക്തിയും, അതായത് വയലാർ അവാർഡ് നേടിയെടുത്ത വ്യക്തിയും ആരാണെന്നുള്ളത് പറഞ്ഞുതരാം. 2016 UK കുമാരൻ, തക്ഷൻ കുന്ന് സ്വരൂപം. അതാണ് കൃതി ട്ടോ. ഒരിക്കൽ കൂടെ പറയാം. 2016 UK കുമാരൻ, തക്ഷൻ കുന്ന് സ്വരൂപം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത്. ഇനി 2017 TD രാമകൃഷ്ണൻ. എന്താണ്? 2017 TD രാമകൃഷ്ണൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന കൃതിക്കാണ് ലഭിച്ചത്. 2017 TD രാമകൃഷ്ണൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി. 2018 KV മോഹൻകുമാർ, ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നതാണ് കൃതി. 2018 ആർക്കാണ്? KV മോഹൻകുമാർ, ഉഷ്ണരാശി കരപ്പുറത്തിന്റെ ഇതിഹാസം. ഓക്കെ, നെക്സ്റ്റ് 2019 VJ ജെയിംസ്, കൃതി നിരീശ്വരൻ. 2019 VJ ജെയിംസ്, കൃതി നിരീശ്വരൻ. 2020 ഇത് ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ, കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2020 ഏഴാച്ചേരി രാമചന്ദ്രൻ, ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2021 ബെന്യാമിൻ, കൃതി ഏതാന്ന് വെച്ചാൽ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2021 ബെന്യാമിൻ, കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് ഈ സ്ലൈഡ്, അതായത് ഈ ടോപ്പിക് ഒന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കണം. അതായത് ഓരോ വർഷവും കിട്ടിയ വയലാർ അവാർഡാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ആ കൃതിയും. അതല്ലേ, നമുക്ക് അവാർഡ് കിട്ടിയ വ്യക്തിയുടെ പേര് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ കൃതി ഏതാണെന്നും ചോദിക്കാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശരിയായ വിവർത്തനം എഴുതുക. ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്. ഇതിൽ ഏതാണ് നമ്മുടെ മലയാള ഭാഷ? ഏതായിരിക്കും? ഇതെല്ലാവർക്കും ഏകദേശം കിട്ടും, കിട്ടാതിരിക്കില്ല, എനിക്ക് ഉറപ്പാണ്. കുരയ്ക്കും പട്ടി കടിക്കും, കുരയ്ക്കും പട്ടി ചിലപ്പോൾ കടിക്കും,
കുരയ്ക്കും പട്ടി കടിക്കില്ല, കുരയ്ക്കും പട്ടി ഒരു നാളും കടിക്കില്ല. എന്തായാലും ഇത് നമ്മൾ ഏകദേശം നമ്മുടെ ജീവിതത്തിൽ പറയണ ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ആരും തെറ്റിക്കാൻ വഴിയില്ല എന്ന് വിചാരിക്കണു. അപ്പൊ ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ സി, കുരയ്ക്കും പട്ടി കടിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്. As you sow, so shall you reap. ഇതിലേതാണ് മലയാള വിവർത്തനം? വിതച്ചതേ കൊയ്യൂ, വിതച്ചെങ്കിൽ മാത്രമേ കൊയ്യൂ, വിതച്ചതേ കൊയ്യാവൂ, വിതച്ചാൽ കൊയ്യാനും കഴിയും. ഇതും നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ തെറ്റാരും തന്നെ ചൂസ് ചെയ്യില്ല. അപ്പൊ ഏതാണ് ഇതിലെ ആൻസർ? ഓപ്ഷൻ എ, വിതച്ചതേ കൊയ്യൂ. ഓക്കെ, വിതച്ചതേ കൊയ്യൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ വാക്യപ്രയോഗം കണ്ടെത്തൽ. മദ്യം തൊട്ടാൽ രുചിക്കുക ചെയ്യരുത്. മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. മദ്യം തൊട്ട് രുചിക്കുക ചെയ്യരുത്. മദ്യം തൊടുകയോ രുചിച്ചിട്ടോ ചെയ്യരുത്. എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു 2 വട്ടമെങ്കിലും വായിച്ചു നോക്കണം. എന്താ ചോദിച്ചാൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തെയൊക്കെ. അപ്പൊ 2 വട്ടം വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ചൂസ് ചെയ്യുക. പിന്നെയും പോയി വായിച്ചു നോക്കരുത്. കാരണം നമ്മൾ നല്ല ആൻസർ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചൂസ് ചെയ്യും. ലാസ്റ്റ് നമ്മൾ എല്ലാ ആൻസേഴ്സും അടയാളപ്പെടുത്തി എല്ലാം കഴിഞ്ഞ ശേഷം ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ മുമ്പൊക്കെ ചിലരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തിരിച്ചു പോക്കുണ്ട്. ആ ക്വസ്റ്റ്യൻസ്, നമ്മൾ ഈ വിട്ട ക്വസ്റ്റ്യൻസും അതൊക്കെ ഒരു നോട്ടുണ്ട്. ആ നോട്ടത്തിൽ നമ്മളെല്ലാം നെഗറ്റീവ് അടിക്കും. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ അപ്പം ആൻസർ ചെയ്യുക, പിന്നീട് എന്ന് പറഞ്ഞ് എടുത്തു വെക്കണ്ട. ആൻസർ ചെയ്യുക, പിന്നീട് തിരിഞ്ഞു നോക്കുകയും വേണ്ട. തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവും, നെഗറ്റീവ് അടിക്കാനും ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് ഇതിലോട്ട് വരാം. ശരിയായ വാക്യപ്രയോഗം ഏതാണ് ഇതില്? ഓപ്ഷൻ ബി. ഏതാണ്? മദ്യം തൊടുകയോ രുചിക്കുകയോ ചെയ്യരുത്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളുടെ മലയാളത്തിലെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ എല്ലാ ക്വസ്റ്റ്യനും ആൻസറും അതിന്റെ എക്സ്പ്ലനേഷനും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ എല്ലാവരും ഈ സ്ലൈഡ് 2 വട്ടം കേൾക്കണം. കേട്ടാൽ മാത്രമാണ് നമുക്ക് മൈൻഡിൽ സ്ട്രൈക്ക് ആവുള്ളൂ. പിന്നെ ഇത് ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ലാത്ത ടോപ്പിക്കാണ്. ഞാൻ അത്ര വ്യക്തമായിട്ടും ഒരുപാട് ടോപ്പിക്, അതായത് ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ ക്വസ്റ്റ്യന് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങളല്ല പറയുന്നത്. ആ ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ എങ്ങനെ ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത പ്രാവശ്യം നല്ല 10 ക്വസ്റ്റ്യൻസുമായിട്ടും തീർച്ചയായിട്ടും വരാം. ഓക്കെ, നിങ്ങളിത് കാണുക, നല്ലതുപോലെ പഠിക്കുക, എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഓൾ. വളരെ നന്ദിയുണ്ട് വീഡിയോ കണ്ടതിനും നിങ്ങളത് ലൈക്ക് ചെയ്യുന്നതിനും എല്ലാത്തിനും. ഓക്കെ, താങ്ക് യു സോ മച്ച്.